അങ്ങനെ ഞാൻ വീട്ടിൽ എടുത്തോ അവനെ വിളിക്കാനാ. ഹലോ ഗായ്സ്, അപ്പോൾ കാനഡയിലെത്തിയിട്ട് ആദ്യമായിട്ട് ഒരു ലോങ് ട്രിപ്പ് ആക്ച്വലി പോവുകയാണ്. വീക്കെൻഡ് അടുപ്പിച്ച് ഒരു 4-5 ദിവസം അടുപ്പിച്ചാണ് ട്രിപ്പ് പോകുന്നത്. ഞാൻ റെഡിയായി ഇറങ്ങി. അഖില്, ഹരിപ്രിയ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പയ്യെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി തുടങ്ങി. അഖിലേ വരുന്നുണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലം വേറെ അങ്ങോട്ടുമല്ല, വേറെ പ്രൊവിൻസാണ്. അത് പറയുമ്പോഴേ മനസ്സിലാവുമായിരിക്കും. മോൺട്രിയലാണ് പോകുന്നത്. ഈ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ആൾട്രേഷൻ നടത്തിയത് കൊച്ചിന് വേണ്ടിയിട്ടാണ് നടത്തിയത്. സംഭവം കാർ സീറ്റാണ്. ഇതാണ് അവൻ്റെ. ഇപ്പോൾ ഇതിന് ഒരു 2-3 ദിവസം വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാർ സീറ്റ് ഇതാണ്. അതെ, ബേബി കാർ സീറ്റായിരുന്നു. അതിപ്പോൾ നല്ല രീതിക്ക് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഒരു സിംഹാസനം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്ക് സാധനം മാറ്റിയിട്ടുണ്ട്. സാധനം കാണിച്ചു തരാം. ഇതാണ് അവന് വാങ്ങിച്ച പുതിയ കാർ സീറ്റ്. രക്ഷയില്ല. ഫുൾ എന്താ പറയുക, സിംഹാസനം പോലത്തെ സെറ്റപ്പ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ പാടെ തന്നെ ടിമ്മിൽ കയറിയിട്ട് ഞാനൊരു കോഫി, അഖില് ലാറ്റ്, അവളെന്താ ഫ്രഞ്ച് വാനില്ല, അവളത്രയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചതാ കുടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ഇതാണ്ട അവളെ കയ്യിലിരിക്കുന്ന അവൾ തന്നെ ഉണ്ടാക്കിയ സാൻഡ്വിച്ചാണ് കേട്ടോ. അതെ, പാവം കൊച്ചതേ രാജകീയം. 212 കിലോമീറ്റർ ഉണ്ട്. 208 കിലോമീറ്ററിൽ എക്സിറ്റ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒഷോവേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹൈവേന്ന് മാറി കൺട്രി സൈഡ് കയറി പോകാനാണ് പ്ലാൻ. എപ്പോഴും ഹൈവേയിൽ പോകുന്നത് ബോറടിക്കുമല്ലോ. സോ മണി 11:30 അപ്പം നമ്മൾ ചെറുതായിട്ടൊരു ക്വിക്ക് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് ഓൺ റോട്ടിൽ. അതിന് മുമ്പ് ചെറുതായിട്ട് നമ്മൾ സ്റ്റാർബക്സിലും വേറെ അല്ലാതെ അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഓൺ റോട്ടിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഓൺ റോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഹൈവേസിലൊക്കെ അത്യാവശ്യം പോകുന്നവർക്കൊക്കെ സ്റ്റോപ്പ് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മൾ അതിനകത്താണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഇവിടെ ബർഗർ കിങ് ഉണ്ട്, പോപ്പോയ്സ് ഉണ്ട്, ടിമ്മുണ്ട്, പിന്നെ അവരുടെ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഒൻറ്റാരിയോടെ ഓൺ റോട്ട് ഒൻറ്റാരിയോ പ്രൊവിൻഷ്യൽ റോഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ ഒരു രക്ഷയില്ല, അവൻ ആക്റ്റീവായി കേട്ടോ. കൊണ്ട് ഇറക്കിയതേ ഉള്ളൂ. വന്നപ്പം വാടിയതുപോലെയൊക്കെ ഇരുന്നതാണ്. അടിപൊളിയായി. ഇതിനകത്ത് തന്നെ ഒരു റെയിൻഡിയറിനെ അവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അവൻ അതിൻ്റെ താടി പിടിച്ച് വലിച്ച് കളിക്കുന്നുണ്ട്. ഇതിനകത്താണ് ഞാൻ നേരത്തെ നിന്നത്. ആ കാണുന്നത് സ്റ്റാർബക്സ്. നമ്മുടെ കാർ അവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബസ് ആക്ച്വലി മോൺട്രിയൽ പോകുന്ന ബസ്സാണ്. ഇത് ഫുള്ള് പാർക്കിങ്ങാണ്. പിന്നെ അത് ഒരു കാരവൻ. പിന്നെ ആ കാണുന്നത് ട്രക്സ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം ഈ ട്രക്സിലൊക്കെ വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അത്. കാരണം അവർക്ക് വന്ന് റെസ്റ്റ് ചെയ്ത് പയ്യെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷപ്പായിട്ട് പോവാം. പിന്നെ ഗ്യാസ് സ്റ്റേഷനുണ്ട് ഇവിടെ. പിന്നെ അടുത്ത ഓൺ റോട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 കിലോമീറ്റർ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് അടുത്ത ഓൺ റോട്ടുള്ളൂ. പിന്നെയും ഒരു ക്വിക്ക് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. പക്ഷേ എടുത്തിരിക്കുന്ന സ്ഥലം അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓൾറെഡി 450 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇനി കുറച്ച് 100-150 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പം അതിനിടയ്ക്ക് ജസ്റ്റ് പിന്നെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നമുക്ക് വൈകുന്നേരം 6 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇപ്പം മണി 3:45 ആവണതേ ഉള്ളൂ. അപ്പോൾ ഇനി സമയം ഒരുപാടുണ്ട്. അവനും അവളും കൊച്ചുറൊക്കെ അവരെന്തോ ഓർഡർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവരെന്തോ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പം കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ആംബിയൻസ്, കിളികളുടെ കളകളാരവം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇത് എത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നു എന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് അവനെ വിളിക്കാനാ. അങ്ങനെ എൻ്റെ അടുത്ത് ഏതെങ്കിലും വൈറ്റ്സിനെ നോക്കി വളയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് അഖില് പറഞ്ഞ മാർഗറീറ്റ. അത് മോക്ടെയിലാണ്. ആരും പേടിക്കണ്ട, അവൻ കോക്ടെയിലൊന്നും തൊടേണ്ട പ്രായമായിട്ടില്ല. ഇത് കോഫി, മിൽക്ക് പറഞ്ഞിട്ടുണ്ട്, മിൽക്കും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൈഡ് മിൽക്കും കിട്ടി. നിനക്ക് വേറെ ഒന്നും ഇല്ലടാ. പാല് ഫുഡ് ഒന്നും നിനക്കിപ്പോൾ തന്നൂടാ. ഓക്കെ. Chicken tenders with fries. ഇത് Lobster mac and cheese. ഓക്കെ. ഈ 2 സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല പ്രസൻറ്റേഷനും കാര്യങ്ങളും കഴിച്ചു നോക്കട്ടെ. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫുഡ് നൈസ് ആയിരുന്നു. അതെ, സോ ഫാർ സോ ഗുഡ്. ഇതുവരെ ട്രിപ്പ് വിഷയമാണ്, ഫുഡ് വിഷയമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു സാധനം. അവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചത്. എന്നിട്ട് ഇപ്പോൾ പയ്യെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്.
എനിക്കൊന്ന് ആ കാണുന്നത് ബോട്ടൊക്കെ ശരിയാക്കിയിട്ട് അങ്ങനെ എന്തോ 2 മുകളിൽ കയറ്റിയും വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. റിപ്പയറിങ് അങ്ങനത്തെ എന്തോ സംഭവമാണ്. പിന്നെ ഇത് ബോട്ട് മറ്റേ എന്താ പറയുക, ബോട്ട് നിർത്തിയിടുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അവരുണ്ടല്ലോ, അവർ ആക്ച്വലി നമ്മുടെ കൂടെ അവിടെ ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നതാണ്. അവർ നേരെ ബോട്ടിൽ വന്നു ഫുഡ് കഴിച്ചത്, ആ ബോട്ടിൽ തിരിച്ചു പോകുന്നു.